സാർ, ഒരു ആവറേജ് കണക്കെടുത്താൽ വർഷത്തിൽ ഒരു 5000-ലധികം വെഡ്ഡിംഗ് കസ്റ്റമേഴ്സ് രാജകുമാരിക്ക് ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് വെഡ്ഡിംഗ് പാർട്ടികളുടെ ഒരു ഫേവറേറ്റ് ജ്വല്ലറി ആയിട്ട് രാജകുമാരി മാറുന്നത്? തീർച്ചയായിട്ടും ലൈറ്റ് വെയിറ്റ് ആണ് നമ്മുടെ രാജകുമാരിയുടെ ഒരു പ്രത്യേകത എന്ന് കസ്റ്റമർ തന്നെ പറയുന്നത്. ഒത്തിരി വിപണിയിലെ വ്യത്യസ്തമായിട്ടുള്ള ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ആണ് നമ്മൾ എപ്പോഴും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹോൾസെയിൽ മേക്കിംഗ് ചാർജും ഇതെല്ലാം നമ്മുടെ കസ്റ്റമറിന് ഒരുപാട് നമ്മുടെ രാജകുമാരിയിലേക്ക് അടുപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. 30 വർഷത്തെ പാരമ്പര്യവും വിശ്വാസ്യതയാണ് ഓരോ വെഡിങ് വരുമ്പോഴും നമ്മുടെ കസ്റ്റമർ എല്ലാം ഫസ്റ്റ് രാജകുമാരി തന്നെ പ്രിഫർ ചെയ്യാനായിട്ടുള്ള പ്രധാന കാരണം. ഇന്നത്തെ ജനറേഷനിലുള്ള വെഡ്ഡിംഗ് കസ്റ്റമേഴ്സ് കൂടുതലായിട്ട് ഡിമാൻഡ് ചെയ്യുന്നത് എങ്ങനത്തെ കളക്ഷൻസ് ആയിരിക്കും? ഇപ്പോഴും നമ്മൾ ലൈറ്റ് വെയിറ്റിൽ തന്നെ നഗാസ്, ആന്റിക്ക്, ചെട്ടിനാട്, റോളക്സ്, കേരള എല്ലാ ടൈപ്പ് മോഡലുകളും കൊണ്ടുവരുന്നുണ്ട്. എങ്കിലും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നഗാസ് കളക്ഷൻ തന്നെയാണ് കുറച്ച് കൂടുതലായിട്ട് കസ്റ്റമർ പ്രിഫർ ചെയ്യുന്നത്. നഗാസിൽ തന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ടെമ്പിൾ ജ്വല്ലറിയിൽ തന്നെ ഒരുപാട് ലൈറ്റ് വെയിറ്റ് കളക്ഷനാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ കസ്റ്റമേഴ്സും നഗാസ് പ്രിഫർ ചെയ്യാനുള്ള ഒരു കാരണം. എന്താണ് രാജകുമാരിയെ മറ്റുള്ള ജ്വല്ലറിയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്? തീർച്ചയായിട്ടും 30 വർഷത്തെ പാരമ്പര്യവും വിശ്വാസ്യതയും തന്നെ നമ്മളേക്ക് കൂടുതൽ കസ്റ്റമറെ അടുപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമർ സർവീസും അതുപോലെ തന്നെ കളക്ഷൻസ് എന്ന് പറയുമ്പോൾ എല്ലാ ടൈപ്പ് കളക്ഷൻസും ലൈറ്റ് വെയിറ്റിൽ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. കിഡ്സിന്റെ ആയിക്കഴിഞ്ഞാലും 18 കാരറ്റിന്റെ ആയിക്കഴിഞ്ഞാലും ഡയമണ്ട് ആയിക്കഴിഞ്ഞാലും അതുപോലെ വെഡിങ് കസ്റ്റമറിനുള്ള ആയിക്കഴിഞ്ഞാലും എല്ലാം നമ്മൾ ലൈറ്റ് വെയിറ്റിൽ ഒത്തിരി കളക്ഷൻസ് കൊണ്ടുവരുന്നുണ്ട്. ഇതെല്ലാം കസ്റ്റമർ നമ്മളെ പാരമ്പര്യമായിട്ട് നമ്മളിൽ തന്നെ നിൽക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഈ വർഷം വെഡ്ഡിംഗ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സിനോട് എന്താണ് പറയാനുള്ളത് വെച്ചാൽ ഗോൾഡ് തന്നെയാണ് ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മറ്റ് ആവശ്യങ്ങൾക്കായിട്ട് കൂടുതൽ ക്യാഷ് സ്പെൻഡ് ചെയ്യാതെ ഗോൾഡിലേക്ക് തന്നെ കൂടുതലായിട്ട് നിക്ഷേപം ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു.